Hi all, it's me, Najid KT, your ACCA faculty for FA, FR and SPR for the last 6 years and a founder of an audit firm, Taxpert GCC. So plus 2 കഴിഞ്ഞിട്ട് ACCAക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന കുറച്ച് കോമൺ പിറ്റ്ഫോളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ, പ്ലസ് 2 സയൻസ് ആയിരുന്നു, എനിക്ക് ACCA ജോയിൻ ചെയ്യാൻ പറ്റുമോ? ACCA പഠിച്ചു തുടങ്ങാൻ ബുദ്ധിമുട്ടല്ലേ, ഞങ്ങൾക്ക് അക്കൗണ്ട്സ് ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് ആകെ അറിയുന്ന ഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പോൾ എനിക്ക് അവരോട് ഇത്രേ പറയാനുള്ളൂ, നമ്മൾ ACCAയുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ 5 to 6 days എന്തുണ്ടാവും, പക്ക ഒരു പ്രോപ്പർ എന്തുണ്ടാവും, അക്കൗണ്ട്സിൻ്റെ ബേസിക്സ് ഉണ്ടാവും. ഈ ബേസിക്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മൂവ് ചെയ്യുള്ളൂ, ACCAയുടെ സബ്ജക്റ്റിലേക്ക് മൂവ് ചെയ്യുള്ളൂ. പിന്നെ ഈ +1 +2 ഒരു ആവറേജ് കോമേഴ്സ് സ്റ്റുഡൻസ് പഠിച്ച ബേസിക്സ് ഒരു 5 to 6 days നമ്മൾ വിത്ത് ടെക്നിക്സ് എന്ത് ചെയ്യും, അക്കൗണ്ട്സിന് പ്രോപ്പർ എന്ത് കൊടുക്കും, നോളജ് കൊടുക്കും. സോ അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ചപ്പ് ചെയ്ത് വരാൻ പറ്റും. ആൻഡ് സെക്കൻഡ് വൺ, മാത്സ് ഉണ്ടെങ്കിൽ മാത്രമേ ചാർട്ടേഡ് അക്കൗണ്ട് കോഴ്സായ ACCA പോലത്തെ കോഴ്സ് പാസ്സാകാൻ പറ്റുള്ളൂ. മാത്സ് നന്നായിട്ട് അറിയണം. ഏറ്റവും അത്ഭുതം എന്താ അറിയാം, ഈ 13 പേപ്പറിൽ ACCAയിൽ അതിൽ നമുക്ക് സാധാ ബേസിക് ആയുള്ള മാത്തമെറ്റിക്സ് മാത്രം അറിഞ്ഞാൽ മതി, അഡീഷൻ സബ്ട്രാക്ഷൻസ് ഒക്കെ. ആൻഡ് തേർഡ് വൺ, ഈ ACCAയുടെ കൂടെ BCom എടുക്കുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് പഠിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക് ആവൂലേ. BCom പഠിക്കണം, ACCA പഠിക്കണം. സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യത്തേ ഉള്ളൂ, ACCA നിങ്ങൾ അത്രയും നിങ്ങൾ ഹൈ ലെവലായിട്ട് ഫിനാൻഷ്യലായ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ BCom പോലത്തെ എക്സാം നിങ്ങൾക്ക് വളരെ പീസ് ഓഫ് കേക്ക്. ഇറ്റ്സ് നത്തിങ്. നിങ്ങൾക്ക് എക്സാമിന് ലാസ്റ്റ് ഒരു 1 week നിങ്ങൾ ആ പാസ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ആയി ഇറ്റ്സ് ഈസിലി യു ക്യാൻ ക്ലിയർ ദ എക്സാം. ഫോർത്ത് വൺ, സാറേ ACCA പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ജോലി കയറാൻ പറ്റുക, എന്താ സാറേ ഈ പാർട്ട് ക്വാളിഫൈഡ്, സാറേ മെമ്പർ ആയാലും സൈൻ ചെയ്യുക, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ACCAയുടെ ഫസ്റ്റ് 9 പേപ്പേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ട് ക്വാളിഫൈഡ് എന്ന് പറയും. ഈ പാർട്ട് ക്വാളിഫൈഡ് ആയി നിങ്ങൾക്ക് ചെറിയ കമ്പനീസിൽ ഇൻറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബിന് കയറാൻ പറ്റും. നിങ്ങൾ ACCAയുടെ ഫുൾ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളെ വിളിക്കുന്നതാണ് ACCA അഫിലിയേറ്റ്സ്. അഫിലിയേറ്റ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ 3 കൊല്ലത്തെ വർക്ക് എക്സ്പീരിയൻസും നിങ്ങളുടെ എത്തിക്സ് മോഡ്യൂൾസൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ACCA മെമ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേരിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ACCA എന്ന വേർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ദ ലാസ്റ്റ് ഫിഫ്ത്ത് വൺ, ഇത് നിങ്ങളെല്ലാവരും ഗൂഗിൾ ചെയ്തിട്ടുണ്ടാവും. എന്തായിരിക്കും അറിയോ, ഒന്ന് ആലോചിച്ചോക്കാം. ACCA കംപ്ലീറ്റ് ചെയ്യുന്നതിൽ എത്ര സാലറി കിട്ടും അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസും എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരും എല്ലാവരുടെ വർക്ക് എക്സ്പീരിയൻസും ഞാൻ വെച്ച് ഞാൻ പറയുന്ന ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്ടർ. ഇത് പെർ ആനം 10 lakhs മേടിക്കുന്ന ആൾക്കാരുണ്ട്, 8 lakhs മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യുവർ ഇൻഡസ്ട്രി, ദ ചൂസ് ഓഫ് യുവർ കമ്പനി, എവറിത്തിങ് ഈസ് ദർ. ACCAയുടെ ടൈം സ്കെയിൽ, ആദ്യത്തെ ഫൗണ്ടേഷൻ ലെവൽ പേപ്പർ F1 to F4, ഈ 4 പേപ്പറും നമുക്കൊരു 6 months ടൈം സ്കെയിലിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വിത്ത് പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ. ആൻഡ് 5 to 9, അതായത് നമ്മുടെ സ്കിൽ ലെവൽ പേപ്പേഴ്സ്, ഇതിന് നമുക്ക് ഓരോ പേപ്പറും 3 months ഓരോ ക്വാർട്ടർ കൂടെ നമുക്ക് എഴുതാം. ഇത് സ്റ്റുഡൻസിൻ്റെ ചോയ്സ് ആണ്. ചില കുട്ടികൾ ഒരു പേപ്പറല്ല 2 പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഓരോ ക്വാർട്ടറിൽ എക്സാം എഴുതും. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റുഡൻറ്റ് കപ്പാസിറ്റി. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻസിന് പിന്നെ പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് ഉണ്ടാവുള്ളൂ. ഈ പ്രൊഫഷണൽ പേപ്പറിൽ SPR എന്ന പേപ്പർ വളരെ മാൻഡറ്ററി ആയ പേപ്പറാണ്. ബാക്കി 4 പേപ്പേഴ്സ് ഉണ്ട്, അത് ഓപ്ഷണൽ പേപ്പറാണ്. അതിൽ 2 പേപ്പർ ചൂസ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 13 പേപ്പേഴ്സ്. ഈ 13 പേപ്പേഴ്സ് ആവറേജ് സ്റ്റുഡൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇറ്റ്സ് ടേക്ക് 2 years.